കൊല്ലം ജില്ല എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിലെ എത്ര പ്രഗത്ഭന്മാരായ നേതാക്കന്മാരെ സൃഷ്ടിച്ചിട്ടുള്ളൊരു ജില്ലയാണ് എന്നറിയാം. 2 സീറ്റുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഇടതുമുന്നണിയുടെ കയ്യിലാണ്. രണ്ട് സീറ്റിലാണ് കോൺഗ്രസ് ജയിച്ചത്. ബിന്ദു കൃഷ്ണയ്ക്ക് നാട്ടിലെ കോൺഗ്രസ്സുകാരിൽ തന്നെ നല്ലൊരു വിഭാഗം എതിരാണ്. അവരെന്ത് നിലപാട് സ്വീകരിക്കും, ഇവരുടെ വിജയത്തിനുവേണ്ടി പ്രവർത്തിക്കോ അതോ പരാജയത്തിനുവേണ്ടി പ്രവർത്തിക്കോ എന്നുള്ളതിനെ ആശ്രയിച്ചാണ് കൊല്ലത്തിൻ്റെ രാഷ്ട്രീയ തീരുമാനം ഉണ്ടാകാൻ പോകുന്നത്. കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ മത്സരം നടക്കാൻ പോകുന്നൊരു മണ്ഡലമാണ് ചവറ. അവിടെ ഷിബു ബേബി ജോണാണ് RSPയുടെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് എതിരെ മത്സരിക്കുന്നത് നിലവിലുള്ള MLA സുജിത്ത് വിജയംപിള്ളയാണ്. ബാലഗോപാലിനെ അട്ടിമറിക്കാനായിട്ട് അവിടെ ഐഷ പോറ്റിയെ രംഗത്തിറക്കിയിരിക്കുകയാണ്. BJP സ്ഥാനാർത്ഥി കഴിഞ്ഞ ഇവിടെ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച അതേ ആൾ തന്നെയാണ്. മൊത്തത്തിൽ വലിയൊരു തമാശയാണ് കൊട്ടാരക്കരയിൽ അരങ്ങേറാൻ പോകുന്നത്. ചാത്തന്നൂർ സീറ്റ് എന്ന് പറയുന്നത് ഇത്തവണ BJP പിടിക്കാൻ സാധ്യതയുണ്ട്. BJPക്ക് ഏറ്റവും ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് ചാത്തന്നൂർ. ഇനി കൊല്ലം ജില്ലയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കൊല്ലം ജില്ല എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിലെ എത്ര പ്രഗത്ഭന്മാരായ നേതാക്കന്മാരെ സൃഷ്ടിച്ചിട്ടുള്ളൊരു ജില്ലയാണ് എന്നറിയാമോ? C കേശവൻ, R ശങ്കർ, CM സ്റ്റീഫൻ, ഇങ്ങനെ ഗടാഗടിയന്മാരായിട്ടുള്ള പല കോൺഗ്രസ് നേതാക്കളും കൊല്ലത്തു നിന്നുണ്ടായിട്ട്, പിന്നെ ഡോക്ടർ ഹെൻറി ഓസ്റ്റിൻ, CV പത്മരാജൻ, തെന്നല ബാലകൃഷ്ണപിള്ള, ഇങ്ങനെ ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാരുണ്ടായിരുന്നു. CPMനും ശക്തരായ നേതാക്കന്മാരുണ്ടായിരുന്നു. CPIക്കും പ്രഗത്ഭരായ നേതാക്കന്മാർ ഉണ്ടായിരുന്നു. അതുപോലെ RSPക്ക് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പരമോന്നത നേതാക്കളായിരുന്ന N ശ്രീകണ്ഠൻ നായർ, ബേബി ജോൺ, TK ദിവാകരൻ, ഇവരൊക്കെ കൊല്ലം ജില്ലക്കാരാണ്. ഇപ്പോഴത്തെ CPM ദേശീയ ജനറൽ സെക്രട്ടറി സഖാവി MA ബേബി കൊല്ലം ജില്ലക്കാരനാണ്. അങ്ങനെ ഒരുപാട് നേതാക്കന്മാരെ കേരള രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്ത ഒരു പ്രധാനപ്പെട്ട ജില്ലയാണ് കൊല്ലം. കൊല്ലം ജില്ലയെ നമുക്ക് 2 ഭാഗങ്ങളായിട്ട് തിരിക്കുക. ഒന്ന് തീരപ്രദേശമാണ്, കരുനാഗപ്പള്ളി, ചാവറ, കുണ്ട്ര, കൊല്ലം, ഇരവിപുരം, പിന്നെ ചാത്തന്നൂർ. ഇത് കടലിനോട് ചേർന്ന് കിടക്കുന്ന, അല്ലെങ്കിൽ കടലും കായലും ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കുന്നത്തൂർ, മുമ്പ് നെടുവത്തൂരുണ്ടായിരുന്നു, ഇപ്പോൾ നെടുവത്തൂരില്ല, കുന്നത്തൂർ, അതുപോലെ കൊട്ടാരക്കര, അതിനപ്പുറം ചടയമംഗലം, പുനലൂർ, പത്തനാപുരം, ഇത്ര സീറ്റുകൾ. അത് ഏതാണ്ട് കുന്നും പ്രദേശവും മലമ്പ്രദേശവുമാണ്. ഇങ്ങനെ ഭൂമിശാസ്ത്രപരമായിട്ട് നമുക്ക് 2ആയിട്ട് തിരിക്കാം. അപ്പോൾ ഈ ജില്ലയെ സംബന്ധിച്ചോളം പറഞ്ഞാൽ നിലവിൽ 2 സീറ്റുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഇടതുമുന്നണിയുടെ കയ്യിലാണ്. 2 സീറ്റിലാണ് കോൺഗ്രസ് ജയിച്ചത്. അത് തന്നെ വലിയ അത്ഭുതമാണ്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ ഒരു സീറ്റിലും കോൺഗ്രസ് ജയിച്ചിരുന്നില്ല. എത്രയോ കാലമായിട്ട് കോൺഗ്രസ് ജയിക്കാത്ത ഒരു ജില്ലയായിരുന്നു. കഴിഞ്ഞ തവണ കുണ്ട്ര മണ്ഡലത്തിൽ നമ്മുടെ PC വിഷ്ണുദാസും, അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കരുനാഗപ്പള്ളിയിൽ CR മഹേഷും വിജയിച്ചു. അതും വലിയ ഇടതുപക്ഷ തരംഗത്തിനിടയിൽ എന്നുള്ളതാണ് നമുക്ക് പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ള കാര്യം. അപ്പോൾ എങ്ങനെ ഇവർ 2 പേരും ജയിച്ചു എന്നത് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. കാരണം ഈ കൊല്ലത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം വളരെ ദുർബലമാണ്. ബാക്കി എല്ലാ സീറ്റിലും CPI, CPM, അല്ലെങ്കിൽ ഇവരുടെ സ്വതന്ത്രൻ, അല്ലെങ്കിൽ അവരുടെ മറ്റ് ഘടകകക്ഷി എന്നിവരൊക്കെയാണ് ജയിച്ചത്. ഇപ്പോൾ പത്തനാപുരം മണ്ഡലത്തിൽ KB ഗണേഷ് കുമാറാണ് ജയിച്ചത്. ഇത്തവണയും ഗണേഷ് കുമാർ അവിടെ മത്സരിക്കുന്നു. അത് 25 കൊല്ലം നിയമസഭയിൽ പൂർത്തീകരിച്ച് കഴിഞ്ഞു. സിനിമാ നടനാണെന്നുള്ള ഗ്ലാമറുണ്ട്. വീണ്ടും മത്സരിച്ചാൽ വീണ്ടും ജയിക്കാം എന്ന അവസ്ഥയിൽ നിൽക്കുന്നു. അദ്ദേഹത്തിന് ശക്തമായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ജ്യോതികുമാർ ചാമക്കാല രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. ചാമക്കാലയും പണക്കാരനാണ്, തൻ്റെ അടിയാണ്, ഒരു കൈ നോക്കാം എന്ന ആത്മവിശ്വാസമുള്ള ആളുമാണ്. ഇതാണ് പത്തനാപുരത്തിൻ്റെ സ്ഥിതിയെങ്കിൽ അതിനേക്കാളും ഒട്ടും വ്യത്യസ്തമല്ല പുനലൂരിൻ്റെ കാര്യം. പുനലൂർ CPIക്ക് വലിയ മേൽക്കോയ്മയുള്ള മണ്ഡലമാണ്. എത്രയോ കൊല്ലമായിട്ട്, പതിറ്റാണ്ടുകളായി എന്ന് തന്നെ പറയാം. അവിടെ CPI തന്നെ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണത്തെ സ്ഥാനത്ത് അജയപ്രസാദാണ്. പുനലൂർ സീറ്റിൽ എതിരാളി UDFൽ നിന്ന് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന് അങ്ങനെ വലിയ ശക്തിയൊന്നുള്ള സ്ഥലമല്ല. സമീപകാലത്ത് CPMൽ നിന്ന് ലീഗിലേക്ക് കൂറുമാറിയ ഒരു ജയ ചിത്രഭാനു എന്ന മറ്റു ചന്ദ്രഭാനു എന്നു പേരുള്ള ഒരു സ്ത്രീയാണ് അവിടെ മത്സരിക്കാൻ സാധ്യത എന്ന് കേൾക്കും. അത് കേവലം ഒരു കൗതുകത്തിന് അപ്പുറത്ത് വലിയ അട്ടിമറിയൊന്നും നടക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചുകൂടി വ്യത്യസ്തമാണ് ചടയമംഗലത്തിൻ്റെ കാര്യം. ചടയമംഗലം ഉണ്ടായ കാലം മുതൽ കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ്. ഈ ചന്ദ്രശേഖരൻ നായരെ പോലുള്ള ആളുകൾ, പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ E രാജേന്ദ്രൻ ഒക്കെ ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഇത്തവണ മത്സരിക്കുന്നത് സാക്ഷാൽ J ചിഞ്ചുറാണിയാണ്. ചിഞ്ചുറാണി നമ്മുടെ സംസ്ഥാനത്ത് ഒരു മന്ത്രി കൂടിയാണ്. പക്ഷേ അവിടെ ഒരു സാമാന്യം കുഴപ്പം പിടിച്ചൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത് ചിഞ്ചുറാണിക്ക്
മുമ്പുണ്ടായിരുന്ന അത്രയും ഒരു ജനസ്വീകാര്യത ഇല്ല എന്ന് പറയപ്പെടുന്നു. രണ്ടാമത് എതിരാളിയായിട്ട് വരുന്നത് പ്രബലനായ വ്യക്തിയാണ് ആർ ചന്ദ്രശേഖരൻ, INDUC നേതാവാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ശരിക്കും കരുണാകരനൊരു കൈവെപ്പുണ്ടായിരുന്നു എന്നുള്ളതിന് ഉപരി ഇപ്പോൾ പിണറായി വിജയൻ്റെ ഒരു കൈവെപ്പ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. ഈ ആർ ചന്ദ്രശേഖരനോട് വലിയ താല്പര്യമുള്ള ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചടയമംഗലത്ത് CPM എന്ത് നിലപാടെടുക്കും എന്ന് പറയാൻ ഞാൻ ആളല്ല. ഏതായാലും കടലാസിൽ ചിഞ്ചുറാണിക്കാണ് മേൽക്കോയ്മയുള്ളത്. പക്ഷേ പ്രായോഗിക രാഷ്ട്രീയത്തിൽ ചന്ദ്രശേഖരനായിരിക്കും മുന്നിട്ട് നിൽക്കുക എന്നെനിക്ക് തോന്നുന്നു. അതിനും അപ്പുറത്തുള്ളൊരു മണ്ഡലമാണ് കുണ്ട്രയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അവിടെ നമ്മുടെ PC വിഷ്ണുനാഥ് കഴിഞ്ഞ തവണ അട്ടിമറി ചെയ്യാൻ നേടിയതാണ്. ആ സീറ്റിൽ CPMൻ്റെ സജികുമാർ എന്ന് പറഞ്ഞ സഖാവാണ് മത്സരിക്കുന്നത്. സജികുമാറും വിഷ്ണുനാഥും തമ്മിലും ഏറ്റുമുട്ടിയാൽ ആര് ജയിക്കും? സാധാരണഗതിയിൽ വിഷ്ണുനാഥ് ജയിക്കാനാണ് സാധ്യത. കാരണം എന്ന് വെച്ചാൽ കുണ്ട്ര അങ്ങനെ ഒരു വലിയ മുടിഞ്ഞ കമ്മ്യൂണിസ്റ്റ് മണ്ഡലമല്ല, ഒന്ന്. രണ്ടാമത് അവിടെ ഇത്തവണ പൊതുവേ തന്നെ ഒരു UDF ട്രെൻഡാണ്. പിന്നെ വിഷ്ണുനാഥ് സാമാന്യം ഊർജ്ജസ്വലനായ ഒരു സ്ഥാനാർത്ഥിയുമാണ്. കൊല്ലത്തേക്ക് വരുമ്പോൾ ഇത്തവണ മുകേഷിന് സീറ്റില്ല. അവിടെ മത്സരിക്കുന്നത് ജയമോഹൻ എന്ന് പറഞ്ഞ സാമാന്യം പ്രതിച്ഛായുള്ള ഒരു CPMകാരനാണ്. അദ്ദേഹത്തോട് എതിർക്കുന്നത് പലതവണ നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കൊക്കെ മത്സരിച്ചപ്പോഴൊക്കെ തോക്കുകയും ചെയ്ത സാക്ഷാൽ ബിന്ദു കൃഷ്ണയാണ്. ബിന്ദു കൃഷ്ണയ്ക്ക് നാട്ടിലെ കോൺഗ്രസ്സുകാരിൽ തന്നെ നല്ലൊരു വിഭാഗം എതിരാണ്. അവരെന്ത് നിലപാട് സ്വീകരിക്കും? ഇവരുടെ വിജയത്തിനോട് പ്രവർത്തിക്കോ അതോ പരാജയത്തിനോട് പ്രവർത്തിക്കോ എന്നുള്ളതിനെ ആശ്രയിച്ചാണ് കൊല്ലത്തിൻ്റെ രാഷ്ട്രീയ തീരുമാനം ഉണ്ടാകാൻ പോകുന്നത്. കുന്നത്തൂർ എന്ന് പറയുന്നത് പട്ടികജാതി സംവരണ മണ്ഡലമാണ്. എത്രയോ കാലങ്ങളായിട്ട് അവിടെ നിന്ന് ജയിച്ചുകൊണ്ടിരിക്കുന്നത് കോവൂർ കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ പഴയ RSPക്കാരനാണ്. ഇത്തവണ അദ്ദേഹം RSPയോട് വിട പറഞ്ഞിരിക്കുന്നു. ഇടതു മുന്നണിയിൽ അങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യമാണ് കുന്നത്തൂരുള്ളത്. പിന്നെ ചവറയെ സംബന്ധിച്ചിടത്തോളം കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ മത്സരം നടക്കാൻ പോകുന്നൊരു മണ്ഡലമാണ് ചവറ. അവിടെ ഷിബു ബേബി ജോണാണ് RSPയുടെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് എതിരെ മത്സരിക്കുന്നത് നിലവിലുള്ള MLA സുജിത്ത് വിജയംപിള്ളയാണ്. അതായത് മുൻ MLA വിജയംപിള്ളയുടെ മകനാണ്. അപ്പോൾ ആ രണ്ട് പാരമ്പര്യ എതിരാളികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ചവറയിൽ നടക്കാൻ പോകും. കുണ്ട്ര പറഞ്ഞു കഴിഞ്ഞു. കരുനാഗപ്പള്ളിയിൽ CR മഹേഷ് വീണ്ടും മത്സരിക്കും. മഹേഷിനോട് എതിർക്കുന്നത് LDF സ്ഥാനാർത്ഥി MS താരയാണ്. അപ്പോൾ അത് ഒരു വലിയ മത്സരത്തിലേക്ക് പോകുമോ എന്ന് പറയാറായിട്ടില്ല. ഏതായാലും വലിയ മത്സരം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. കൊല്ലം കഴിഞ്ഞാൽ പിന്നെ തൊട്ട് തെക്ക് വശത്തുള്ള മണ്ഡലം ഇരവിപുരമാണ്. ഇരവിപുരത്തെ സിറ്റിംഗ് MLA നൗഷാദാണ്, നൗഷാദ്. ആ എതിരെ മത്സരിക്കുന്ന RSPയുടെ ഒരു ചെറുപ്പക്കാരനാണ്, ശ്യാം എന്നാണ് പേര്. അദ്ദേഹം ഒരു അഭിഭാഷകനാണ്. യുവസഹജമായ ഒരു ഉത്സാഹത്തോടെ അദ്ദേഹം അംഗത്തട്ടിൽ പ്രവേശിച്ച് കഴിഞ്ഞു. ശക്തനായ നൗഷാദിനെ അട്ടിമറിക്കാൻ സാധിക്കുമോ എന്നുള്ളത് വലിയ ചോദ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ മത്സരിക്കുന്ന മണ്ഡലമാണ് കൊട്ടാരക്കര. കൊട്ടാരക്കര പണ്ട് R ബാലകൃഷ്ണപിള്ളയുടെ ഒരു പര്യായ പദമായിരുന്നു. പക്ഷേ ഇപ്പോൾ കൊട്ടാരക്കരയുടെ ആ ഒരു വലതുപക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടു. കൊട്ടാരക്കരയിൽ ഇപ്പോൾ CPMനാണ് പ്രാമുഖ്യം. കാരണം CPMകാർക്ക് വലിയ മേൽക്കോയ്മ ഉണ്ടായിരുന്ന നെടുവത്തൂർ സീറ്റ് ഇല്ലാതെ. അപ്പോൾ ഈ നെടുവത്തൂരിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ ഇപ്പോൾ കൊട്ടാരക്കര മണ്ഡലത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കൊട്ടാരക്കരയിൽ ബാലഗോപാൽ വീണ്ടും മത്സരിക്കുന്നു. അദ്ദേഹം കുറേ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ നേട്ടം കിട്ടും എന്നാണ് പുള്ളിയുടെ വിചാരം. പക്ഷേ എതിർ സ്ഥാനാർത്ഥി വളരെ ശക്തിയാണ്. അത് നമ്മുടെ ശ്രീമതി ഐഷ പോറ്റിയാണ്. ഐഷ പോറ്റി വലിയ മതിപ്പുള്ളൊരു MLA ആണ്. നേരത്തെ MLA ആയിരുന്ന ആളാണ്. 3 തവണ MLA ആയിരുന്നു. ഒരു ടൈമിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ പൊതുവെ സ്വീകാര്യതയുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ അവരെ അട്ടിമറിക്കാനായിട്ട് നമ്മുടെ ബാലഗോപാലിനെ അട്ടിമറിക്കാനായിട്ട് അവിടെ ഐഷ പോറ്റിയെ രംഗത്തിറക്കിയിരിക്കുകയാണ്. BJP സ്ഥാനാർത്ഥി കഴിഞ്ഞ ഇവിടെ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച അതേ ആൾ തന്നെയാണ്. മൊത്തത്തിൽ വലിയൊരു തമാശയാണ് കൊട്ടാരക്കരയിൽ അരങ്ങേറാൻ പോകുന്നത്. ഇനി ബാക്കിയുള്ള ഒരു മണ്ഡലം എന്ന് പറയുന്നത് ചാത്തന്നൂരാണ്. ചാത്തന്നൂരിൻ്റെ കാര്യം കുറച്ച് വ്യത്യസ്തവും കൗതുകകരവുമാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായിട്ട് കഴിഞ്ഞ 3 തവണയായിട്ട് അവിടെ നിന്ന് ജയിച്ചുകൊണ്ടിരിക്കുന്നത് CPI സ്ഥാനാർത്ഥിയായിരുന്നു, CS ജയലാൽ. ജയലാലിന് ഇത്തവണ സീറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ ജയലാലിൻ്റെ തന്ത്രങ്ങൾ അതേപടി ആവർത്തിക്കാൻ പറ്റിയൊരു സ്ഥാനാർത്ഥി അവിടെ ഇല്ല. അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുള്ളത് R രാജേന്ദ്രനാണ്. അദ്ദേഹം ഇടക്കാലത്ത് CMPയിൽ പോയിട്ട് പിന്നെ തിരിച്ച് CPIയിലേക്ക് വന്ന ഒരാളാണ്. വലിയൊരു ഉത്സാഹിയാണ്, വലിയ ഒരു സ്ഥാനാർത്ഥിയാകാൻ പറ്റിയ ആളാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. കഴിഞ്ഞ 3 തവണയായിട്ട് കോൺഗ്രസ് തോൽക്കുകയാണ്. കഴിഞ്ഞ 2 തവണയായിട്ട് കോൺഗ്രസ് 2ാം സ്ഥാനത്താണ്. ഇത്തവണ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരും എന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ ആ സീറ്റ് ഫോർവേഡ് ബ്ലോക്കിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫോർവേഡ് ബ്ലോക്ക്
ചാത്തന്നൂർ മത്സരിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ പരിണതഫലം എന്ന് വെച്ചാൽ ഈ ചാത്തന്നൂർ സീറ്റ് എന്ന് പറയുന്നത് ഇത്തവണ BJP പിടിക്കാൻ സാധ്യതയുണ്ട്. BJPക്ക് ഏറ്റവും ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് ചാത്തന്നൂർ. കഴിഞ്ഞ 2 തവണയും BJP 2ാം സ്ഥാനത്തായിരുന്നു. ഇത്തവണ BJP സകല ശക്തിയും സമാഹരിച്ച് അവിടെ ആഞ്ഞു പിടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ എന്തായിരിക്കും കൊല്ലം ജില്ലയുടെ പൊതുവായ ജനവിധി എന്നറിയണമെങ്കിൽ വോട്ടെണ്ണി തീരുന്ന ദിവസം വരെ നമ്മൾ കാത്തിരിക്കേണ്ടത്.